ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അവനി അമിത്തു യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതിൻ്റെ ഒരു ചെറിയൊരു പൊങ്കാല വീഡിയോ ആണ്. ഞാൻ ചക്കുളത്തേക്ക് പൊങ്കാല ഇടാൻ വേണ്ടി പോയി. അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ്. ഞങ്ങളിവിടുന്ന് ഡിസംബർ 11 4 മണിക്കാണ് പുറപ്പെട്ടത്. 2 മണി എന്നൊക്കെയാണ് അവർ പറഞ്ഞത്, പക്ഷേ വണ്ടി വരാൻ 4 മണിയായി. അതുകൊണ്ട് കുറച്ച് നേരം വൈകി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് അമ്പലങ്ങളിലൊന്നും കയറാൻ പറ്റിയില്ല ഫസ്റ്റ് പോണ വഴിക്ക്. അപ്പോൾ ഫസ്റ്റ് ചാലിശ്ശേരി മുലയമ്പറമ്പത്തെ അമ്പലത്തിൽ വണ്ടി നിർത്തി, പക്ഷെ ഇറങ്ങിയില്ല, ടൈമില്ലാത്തതുകൊണ്ട്. അങ്ങനെ അവിടെ ഞങ്ങൾ പൈസ വഴിപാട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കോർഡിനേറ്റർ അവിടെ കൊണ്ടുപോയി ഇടുകയാണ് ചെയ്തത്. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ ഗുരുവായൂർ പോയത്. അപ്പോൾ ഞങ്ങൾ പോയ അന്ന് ഏകാദശി ആയതുകൊണ്ട് തന്നെ അവിടേക്കും ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ അവിടെ പൈസ കൊണ്ടുപോയി ഇടുക ചെയ്തത്. ബസ്സിൽ കയറിയ വഴിക്ക് തന്നെ പിള്ളേർ ഭയങ്കര ഡാൻസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ലാസ്റ്റ് ലോങ് സീറ്റാണ് കിട്ടിയത്. എനിക്ക് സൈഡ് സീറ്റ് തന്നെ കിട്ടിയിട്ടോ. പിന്നെ ഞങ്ങൾ പോയത് വിഷ്ണുമായ ക്ഷേത്രത്തിലേക്കാണ്. അവിടെ ഞങ്ങൾ ഇറങ്ങിയിട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പേടിച്ചിട്ട് എടുത്തത്, ഞാൻ അവർ ചീത്തയെങ്ങാനും പറഞ്ഞാലോ വിചാരിച്ചിട്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ ഇതിൽ കാണിക്കാം. 1200 രൂപയാണ് കേട്ടോ ഇവിടെ ഞങ്ങൾ ഒരാൾക്ക് പോവാൻ വേണ്ടിയിട്ട്. ഞാനും പിന്നെ ഞങ്ങളുടെ അവിടെ നിന്ന് കുറച്ച് പേരുണ്ടായിരുന്നു. പിന്നെയൊക്കെ അങ്ങനെ ഓരോരുത്തർ ഓരോ ഭാഗത്തു നിന്നാണ് കേട്ടോ. അപ്പോൾ ബസ്സിൽ വലിയൊരു ബസ്സിലായിരുന്നു. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ എല്ലായിടത്തുനിന്നും ഇങ്ങനെ കളക്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ അടുത്തേക്ക് ലാസ്റ്റാണ് വന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇടയിലൊന്നും സീറ്റ് കിട്ടിയില്ല. ലാസ്റ്റ് ലോങ് സീറ്റിലാണ് ഞങ്ങൾ ഇരുന്നത്. ഈ കാണുന്നത് വിഷ്ണുമായ ക്ഷേത്രമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ അമ്പലം. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇങ്ങനെ സ്വർണ്ണ കളറിൽ ഉള്ളിലും പുറത്തൊക്കെ നല്ല സ്വർണ്ണ കളറായിട്ട് നല്ല ഭംഗിയുള്ള വൃത്തിയുള്ള നല്ലൊരു അമ്പലമായിരുന്നു. അപ്പോൾ അവിടെ 2 അമ്പലമുണ്ട്. ഇതൊന്ന്, പിന്നെ വേറൊന്നും കൂടി ഉണ്ട്, ഒരു വലിയ കുളമൊക്കെ ആയിട്ട് ഒരു അമ്പലം. ഞങ്ങൾ ആ 2 അമ്പലത്തിലാണ് കയറിയത്. എൻ്റെ കൂടെ ഞാനുണ്ട്, രേഷ്മ, പിന്നെ ഇവിടെ തന്നെ രേഷ്മ തന്നെ അവളുടെ പേര് ഞങ്ങൾ കുഞ്ഞോളെന്ന് വിളിക്കുക. അവൾക്ക് യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. ഞാനും അവളും കൂടിയിട്ടായിരുന്നു ഇങ്ങനെ നടന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നത്. പിന്നെ സുലുമേമ്മ, പിന്നെ വേറെ 2 ചേച്ചിമാർ, അങ്ങനെ ഞങ്ങൾ കുറച്ച് പേരാണ് ഇവിടുന്ന് ഉണ്ടായിരുന്നത് ഞങ്ങളുടെ ഈ ഭാഗത്തുനിന്ന്. പിന്നെ ഉള്ളവരൊക്കെ വേറെ വേറെ പല സ്ഥലങ്ങളിൽ നിന്നായിരുന്നു. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് കയറിയോണ്ട് തന്നെ ഞങ്ങളിങ്ങനെ പേടിച്ചു കേട്ടോ. എനിക്കാണെങ്കിൽ സൈഡ് സീറ്റ് ഭയങ്കര ഇഷ്ടമാണ്. കിട്ടുമോ കിട്ടില്ലേ എന്ന് വിചാരിച്ചിട്ട് വേഗം കയറിയപ്പോൾ കിട്ടിയത് ബാക്കിലാണ്. കുറച്ച് ചാട്ടം ഉണ്ടായിരുന്നു, അല്ലാതെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇതാ ഞാൻ പറഞ്ഞ 2ാമത്തെ ക്ഷേത്രം ഇതാണ്. അവിടെ ഒരു വലിയൊരു കുളമുണ്ട്, ഉണ്ടല്ലേ, ഇതാണ് ആ വലിയ കുളം. രാത്രി ആയതുകൊണ്ട്, രാത്രിയാണ് ഞങ്ങളവിടെ എത്തിയത്. ഒരു 7 മണിക്ക് ഉണ്ടാവാം. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ പോയത് തൃപ്രയാറിക്കാണ് കേട്ടോ. തൃപ്രയാർ പോയപ്പോൾ അവിടെ അന്ന് വിളക്കായിരുന്നു. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഫ്രണ്ട് ആ ഭാഗത്ത് താലൊക്കെ പിടിച്ചിട്ടും പിന്നെ കൊട്ടും അങ്ങനെ കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ കുറച്ച് തിരക്കുണ്ടായിരുന്നു. പക്ഷെ ഉള്ളിലേക്ക് കയറിയപ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. നല്ല സുഖമായിട്ട് തൊഴാനായിട്ട് പറ്റി. അതിന് ശേഷം പിന്നെ ഞങ്ങൾ നേരെ പോയത് കൊടുങ്ങല്ലൂർക്കായിരുന്നു. പക്ഷെ കൊടുങ്ങല്ലൂർ ഞങ്ങൾക്ക് തൊഴാനൊന്നും പറ്റിയില്ല, നടയൊക്കെ അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ആലുവ ശിവക്ഷേത്രത്തേക്ക് പോയി. ക്ഷേത്രത്തിലാണ് ഞങ്ങൾ അന്ന് രാത്രി അവിടെ സ്റ്റേ ചെയ്തു. അന്ന് അവിടെ കിടന്നിട്ട് പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്ന് പുഴയിൽ കുളിച്ചിട്ട് പിന്നെ തൊഴുതതിന് ശേഷം നേരെ ഞങ്ങൾ ചോറ്റാനിക്കര പോയി. അതാണിത് ദേവീനെ കൊണ്ടുപോകുന്നത്. അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ നിന്ന് കുറച്ച് പർച്ചേസൊക്കെ നടത്തി. പിന്നെ ഫുഡ് പുറത്തുനിന്ന് കഴിച്ചു. അതിനുശേഷം ഞങ്ങൾ നേരെ അമ്പലപ്പുഴ പോയി. അവിടെ നിന്ന് കുറച്ച് പിക്ക് എടുക്കാൻ പറ്റുള്ളൂ, വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ നേരെ ചക്കുളത്തേക്ക് പോയി കേട്ടോ. ചക്കുളത്ത് ഞങ്ങൾ എവിടെയാണ് പൊങ്കാല ഇടേണ്ടതെന്നുള്ള സ്ഥലമൊക്കെ പോയിട്ട് അങ്ങനെ നിന്ന് നോക്കണം. അപ്പോൾ ഞങ്ങളുടെ കോർഡിനേറ്റർ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അവർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരെല്ലാം അറേഞ്ച് ചെയ്ത് തരും. നമ്മൾ പോയിട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ പോയി, നമുക്കൊരു പറമ്പാണ് കിട്ടിയത്. തെങ്ങിൻ്റെ ഒക്കെ അവിടെയാണ് ഞാൻ നിൽക്കണത്. ഞാൻ വിചാരിച്ച് തേങ്ങെങ്ങാനും മണ്ടയ്ക്ക് വീഴുമോ പേടിച്ചു. ഞാൻ ശരിക്കും തെങ്ങിനോട് ചേർന്നിട്ടായിരുന്നു. ഞങ്ങൾ പോയപ്പോൾ ഒന്നും മഴ ഉണ്ടായിരുന്നില്ല. കണ്ടില്ലേ ഇവിടെയൊക്കെ. ഇവിടെ എല്ലായിടത്തും ഉണ്ട് കേട്ടോ. എല്ലാ സ്ഥലത്തും ആൾക്കാർ ഇരിക്കുന്നുണ്ട്. നടക്കാനുള്ള കുറച്ച് വഴി വെച്ച് ബാക്കി എല്ലാ സ്ഥലത്തും ആൾക്കാരാണ്. ഞങ്ങൾ ഉച്ചയ്ക്ക് അവിടെ എത്തിയിട്ടോ.
പിന്നെ കണ്ടോ നല്ലവണ്ണം ക്യൂ നിന്നിട്ടാണ് ഫുഡ് കിട്ടിയത്. നല്ല തിരക്കുണ്ടായിരുന്നു. ക്യൂ നിന്നിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ആൾക്കാർ കയറുമ്പോൾ അങ്ങനെ തല്ലും ബഹളമൊക്കെ ആയിട്ട് ഫുഡൊക്കെ കിട്ടിയിട്ടാ. നല്ല അടിപൊളി ഫുഡൊക്കെ ഉണ്ട്. ചോറ്, സാമ്പാർ, അവിയൽ, പപ്പടം, അച്ചാർ, ഉപ്പേരി, പായസമൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോഴേക്കൊക്കെ എന്താ പറയുക, പായസം പപ്പടം ഇതൊക്കെ കഴിഞ്ഞിരുന്നു. പിന്നെ ഇതിപ്പോൾ രേഷ്മ പൂവ് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങൾക്ക് കലത്തിന് ചുറ്റും വെക്കാൻ വേണ്ടിയിട്ട് പൂവ് വേണം പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ തുളസിയൊക്കെ കൊടുന്നു. അപ്പോൾ തുളസി വെക്കേണ്ട, തെച്ചി മാത്രം വെച്ചാൽ മതി എന്നാണ് അവർ പറഞ്ഞത്. അപ്പം ഞങ്ങൾ ഇങ്ങനെ കെട്ടാനൊന്നും അറിയില്ല. അപ്പം ഞാൻ രേഷ്മയ്ക്ക് എല്ലാം ഇങ്ങനെ പിച്ചി പൊളിച്ച് കൊടുത്തപ്പോൾ അവളത് കെട്ടണത്, അപ്പോൾ ഞാനത് വീഡിയോ എടുത്തതാണ്. എന്നാൽ പിന്നെ ഇതിലിടാലോ, നല്ല ഭംഗിയുണ്ടല്ലോ അവളിങ്ങനെ കെട്ടണത് കാണാം. അപ്പോൾ അവൾ തന്നെയാണ് എല്ലാം കെട്ടിയത്. ഞാനതെല്ലാം ഇങ്ങനെ ഇതാക്കി കൊടുത്തു. പിന്നെ ഞങ്ങൾ അവിടേക്ക് ഒന്ന് കറങ്ങി. കണ്ടില്ലേ, ഈ കൗണ്ടറിൻ്റെ അവിടെയായിട്ടോ ഞങ്ങൾ കിടക്കാനൊന്നും ഒട്ടും സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. ഇരിക്കാന്ന് തന്നെ പറയാം. എൻ്റെ സൗണ്ടൊക്കെ പോയി. കാരണം നല്ല കുളിയായിരുന്നു അവിടെ. കുളിയായിരുന്നു. രാത്രി 1 മണിക്കൊക്കെ ഇല്ലേ, ആ സമയത്തൊക്കെയാണ് ഞങ്ങൾ അവിടെ പുഴയിൽ പോയിട്ട് കുളിച്ചത്. അമ്പലക്കുളം ഉണ്ട്, പക്ഷെ അവിടെ സോപ്പൊന്നും ആക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ അവിടെ കുറേ കുളിയും അതൊക്കെ കാരണം ജലദോഷം വന്നു. അതാണ് ഞാനിത് റെക്കോർഡ് ചെയ്യാൻ വൈകിയത് കേട്ടോ. ഞങ്ങളിത് രാത്രിയുമ്പോൾ അവിടേക്ക് ഒന്ന് നടന്നു പോയി കണ്ടതാണ്. നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. രാത്രിയൊക്കെ എല്ലാവരും അവിടെ ഇരിക്കട്ടെ, ആർക്കും ഉറക്കമില്ല. ഞങ്ങൾ ഈ 1 മണിക്കൊക്കെ പോകുമ്പോഴൊക്കെ എല്ലാവരും ഇങ്ങനെ ഈ കളത്തിൻ്റെ അടുത്തിരിക്കുകയാണ്. കാരണം വേറെ സ്ഥലം പോയാലോ എന്ന് പേടിച്ചിട്ടൊക്കെ ഞങ്ങൾ അവിടേക്ക് ഒന്ന് കറങ്ങി കണ്ടു. രാത്രി ആകുമ്പോൾ ചപ്പാത്തി ആയിരുന്നു ഫുഡ് കേട്ടോ. ചപ്പാത്തിയും പിന്നെ സോയാബീൻ കറിയായിരുന്നു. പിന്നെ ഞങ്ങൾ ബക്കറ്റ്, കുറച്ച് പാത്രങ്ങൾ അതൊക്കെ പുറത്ത് പോയി വാങ്ങി. അതിനുശേഷം പിന്നെ ഉറങ്ങിയൊന്നുമില്ല കേട്ടോ. വെറുതെ അവിടെ പോയിട്ട് ഇരുന്നിട്ട് നേരം വെളുപ്പിച്ചു. നേരമല്ല, ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എണീച്ചു. അതിനുശേഷം പല്ലൊക്കെ അവിടെ നിന്ന് തന്നെ തേച്ച് അതിനുശേഷം ഞങ്ങളവിടെ അടുത്തുള്ള പുഴയിൽ പോയിട്ട് കുളിക്കുക ചെയ്തത്. കുളിച്ചിട്ട് അങ്ങോട്ട് പോകുന്നു. കട്ടൻ ചായയും പിന്നെ ഒരു റോബസ്റ്റിൻ്റെ പഴം കിട്ടും. എന്ത് വേണമെങ്കിലും ഉണ്ട് കേട്ടോ അവിടെ. പഴംപൊരി, എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെന്താ മുളക് ബജി, എല്ലാതും അവിടെ ഉണ്ട്. പക്ഷേ ക്യൂ നിൽക്കണം, നന്നായിട്ട് ക്യൂ നിൽക്കണം. അത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും തിന്നില്ലെങ്കിലും കുഴപ്പമില്ലയെന്ന്. അത്ര നന്നായിട്ട് ക്യൂ നിന്ന് കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും കിട്ടും. പഴംപൊരിക്കൊക്കെ നല്ല ക്യൂവാണ്. ഞാനതുകൊണ്ട് അങ്ങോട്ടൊന്നും ഞാൻ പോയില്ല കേട്ടോ. ഞാൻ ചപ്പാത്തിക്ക് ക്യൂ നിന്ന് ഒരു 3 ചപ്പാത്തി വാങ്ങി. കറി എനിക്ക് ഇഷ്ടമായില്ല. പിന്നെ എങ്ങനെയും വിശപ്പകറ്റാൻ വേണ്ടിയിട്ട് ആ ചപ്പാത്തി ഇരുന്ന് തിന്നു. കണ്ടില്ല, അത്ര തിരക്കാണ് അവിടെ. കണ്ടില്ല, അവിടെ പഴംപൊരി ഉണ്ടാക്കുന്ന സ്ഥലമാണ്. അവിടുത്തെ തിരക്ക് കണ്ടോ, അത്ര തിരക്കുണ്ട്. പിന്നെ മറ്റേ കൊഴുക്കട്ട, അങ്ങനെ എല്ലാവിധ സാധനങ്ങളും അവിടെ ഉണ്ട്. പക്ഷെ നല്ല നിന്ന് നമ്മുടെ പണി കഴിയും. എൻ്റെ സൗണ്ട് അങ്ങനെ പോയത്. എൻ്റെ സൗണ്ട് വരും വിചാരിച്ചിട്ട് ഞാൻ ഇത് വീഡിയോയ്ക്ക് സൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നതാണ്. പക്ഷെ എനിക്ക് തോന്നണില്ല ഇത് ശരിയാവുമെന്ന്. ഞാൻ പട്ടുപാവാടയാണ് ഇട്ടത് കേട്ടോ. സെറ്റ് മുണ്ട് എടുത്തില്ല, ഞങ്ങൾ പട്ടുപാവാട അടുപ്പിക്കുക ചെയ്തത്. എല്ലാവരും വെച്ചാൽ ഞാനും എൻ്റെ 2 ഫ്രണ്ട്സും. ബാക്കിയുള്ളവരൊക്കെ സെറ്റ് മുണ്ട്, കുറേ സെറ്റ് സാരി കൊടുത്തവരുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളൊരു 9:30 ആയപ്പോൾ അവിടെ ഞങ്ങളുടെ സ്ഥലത്ത് പോയി നിന്നു. പിന്നെ അവർ പ്രാർത്ഥന ചൊല്ലി. അത് നമ്മുടെ സുരേഷ് ഗോപിയുടെ മകനും ഭാര്യയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ രാധിക അത് കത്തിച്ചിട്ടാണ് ഇത് തുടങ്ങിയത്. പിന്നെ നമ്മൾ കത്തിക്കാൻ തുടങ്ങിയപ്പോൾ ആകെ പുകയായിരുന്നു. കാരണം ഭയങ്കര മഴ ഉണ്ടായിരുന്നു അന്ന്. ഒരു 8 രാവിലെ വരെ നല്ല മഴയായിരുന്നു. ഞാൻ വിചാരിച്ചു പൊങ്കാലൊക്കെ മാറ്റി വയ്ക്കേണ്ടി വരും, കാരണം അങ്ങനെ മഴയത്ത് കത്തിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ എന്തോ ദൈവത്തിൻ്റെ ഒരു ശക്തി കാരണം നമ്മൾ കത്തിക്കാൻ തുടങ്ങിയപ്പോൾ മഴ നിന്നു. പക്ഷെ നല്ല ചളി ഉണ്ടായിരുന്നു. ചളി പറഞ്ഞാൽ ചുറ്റൂറും നല്ല ചളിയാണ്. ആ ചളിയിൽ 3 ദിവസം അങ്ങനെ ചെരുപ്പിടാതെ നടന്നിട്ട് എൻ്റെ കാലൊക്കെ ആകെ പൊട്ടി. അതിന്നൊക്കെ അങ്ങനെ ചെല്ല ഒഴുകായിരുന്നു. എൻ്റെ കാലിൻ്റെ പിക്ക് ഞാനിത് കൊടുക്കാൻ വരാം. ഞാൻ അങ്ങനെ പൊട്ടി ഒലിച്ചിട്ടുണ്ടായിരുന്നു. അത്ര ചളി കണ്ടില്ലേ, ചുറ്റൂറും ചളി. കാരണം അങ്ങനെ മഴയിരുന്നേ, മഴ പറഞ്ഞാൽ അത്ര മഴയായിരുന്നു. ഞാൻ ഫസ്റ്റ് കത്തിച്ച വഴിക്ക് ഫസ്റ്റ് നന്നായിട്ട് കത്തി. പിന്നെ അവിടെ അങ്ങോട്ട് പോകേന്ന് തോന്നി തുടങ്ങി. എൻ്റെ മുഖയും കണ്ണിക്കൊക്കെ ആകെ സീനായി. ഞാൻ എന്നിട്ട് കരഞ്ഞ് കണ്ണെന്നൊക്കെ ഇങ്ങനെ വെള്ളം ഒഴുകിയിട്ട്. അപ്പം ഞാൻ വിചാരിച്ച് ഞാൻ എന്ത് ചെയ്യും വിചാരിച്ച് ഞാൻ നോക്കുമ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ, എൻ്റെ മാത്രം എന്നല്ല, എല്ലായിടത്തുനിന്നും പുകയെ വരുന്നത്. എല്ലാവരുടെയും കിട്ടും. കാരണം
അത്ര മഴ പെയ്തിട്ടേ ചളിയിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂടെയുള്ള ചേച്ചിമാരൊക്കെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ടോ. സുലുമേമ്മയൊക്കെ ഓടി വന്നിട്ട് എനിക്ക് ഇതൊക്കെ വെച്ചന്ന് കണ്ടില്ല, എൻ്റെ മുഖമൊക്കെ നോക്കി നോക്കുക, അതിന് പൊട്ടും എല്ലാം പോയി. അങ്ങനെ എന്താണ് കത്തിച്ചന്ന് പിന്നെ എല്ലാം വെച്ചിട്ട് കൊതുമ്പതൊക്കെ വെച്ച് അന്ന് എനിക്കൊക്കെ സെറ്റാക്കി തന്നു. അതിനുശേഷം ഞങ്ങൾക്ക് വിഷറിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു വീശാൻ വേണ്ടിയിട്ട് അടുപ്പിന്. പക്ഷെ അതൊക്കെ മഴ പെയ്തപ്പോൾ ഞങ്ങളവിടെ കൊണ്ടുവച്ചപ്പോൾ മഴ പെയ്തിട്ട് എല്ലാം നനഞ്ഞു കുതിർന്നു. അപ്പോൾ ഈ പാത്രത്തിന് മൂടി വെച്ചിട്ട് ഞാനിങ്ങനെ വീശിയിട്ട് തീ അങ്ങനെ കത്തി എന്താ വേഗം തിളച്ചുട്ടാ. എന്നെക്കാട്ടിയൊക്കെ വയസ്സിന് മൂത്ത ആൾക്കാരൊക്കെ പിന്നെ എൻ്റെ ഒക്കെ തിളച്ചിട്ട് കുറേ കഴിഞ്ഞിട്ടാണ് അവരുടെ ഒക്കെ ശരിയായത്. പക്ഷേ എൻ്റെ വേഗം തിളച്ചു, ഞങ്ങളുടെ ടീമിൻ്റെ ഒക്കെ വേഗം തിളച്ചു. അപ്പം ഭയങ്കര സന്തോഷമായി കേട്ടോ. പിന്നെ നമ്മൾ തിളച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളതിലേക്ക് വെള്ളം ഒഴിച്ച് അരി കഴുകിയിട്ട് അതിങ്ങനെ അരി കുറച്ച് വെന്ത് വരുമ്പോൾ തിളച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളതിൽ ശർക്കര ഇടും. ചിലർ നാളികേരും പഴം നുറുക്കിയിട്ടൊക്കെ ഇടുന്നുണ്ട്. നമ്മൾ ശർക്കര ഇട്ട് നന്നായിട്ട് കുറുകി വരുമ്പോൾ ലാസ്റ്റ് നെയ്യ് ഒഴിക്കുക ചെയ്യുക. അപ്പോൾ പ്രസാദം എനിക്ക് നെയ്യ് അങ്ങനെ പറ്റില്ല, അപ്പം ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചോളൂ. പിന്നെ നന്നായിട്ട് കുറുക്കിയിട്ട് പായസം നല്ലതാക്കിയിട്ട് പിന്നെ അടയ്ക്കാൻ പാടില്ല, നല്ല കുറുക്കിയെടുക്കണം. അങ്ങനെ കുറുക്കിയെടുത്തതിന് ശേഷം പിന്നെ അത് അടച്ചിട്ട് അവിടെ വെക്കണം. അതിനുശേഷം വെളിച്ചപ്പാട് വന്നിട്ട് എല്ലായിടത്തും ഇങ്ങനെ തളിക്കും. വെളിച്ചപ്പാട് വരുമ്പോൾ 2 മണി, ഞങ്ങൾ 9 മണിക്ക് നിൽക്കൽ തുടങ്ങിയത് അവിടെ. എന്നിട്ട് 2 മണിക്ക് വെളിച്ചപ്പാട് വന്ന് എല്ലായിടത്തും തളിച്ചതിന് ശേഷമാണ് പിന്നെ നമുക്ക് നമ്മുടെ പായസം എടുത്തിട്ട് നമുക്ക് കഴിച്ചു നോക്കാൻ പറ്റും. അപ്പം നമുക്ക് നമ്മുടെ പ്രസാദം കഴിക്കാൻ പറ്റും. അതിനുശേഷം പിന്നെ പ്രസാദം നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാം. ബാക്കി കുറച്ച് നമ്മൾ നാളികേരം ഇതൊക്കെ ഗണപതിക്ക് വേണ്ടി നീതിക്കാൻ വേണ്ടി വെക്കുമല്ലോ, ആ സാധനങ്ങളൊക്കെ അവർ വന്ന് കൊണ്ടുപോകും. അമ്പലത്തിലുള്ളവർ വന്നിട്ട് കൊണ്ടുപോകും. നാളികേരം പിന്നെ മലരി കുറച്ച് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ വയ്ക്കും. അതൊക്കെ അവർ കൊണ്ടുപോകും. കുറച്ച് പ്രസാദം അതൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇതൊക്കെ കണ്ടില്ലേ എൻ്റെ കണ്ണതായിട്ട് സുലിമേമ വേണ്ടിയിട്ട് അത് സുലിമേമയ്ക്ക് വന്ന് കത്തിച്ച് തരണം. കാരണം എനിക്ക് പറ്റണില്ല, എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് പൊടിയിൽ അലർജി ഉള്ളതുകൊണ്ടേ എൻ്റെ മുഖത്തേക്ക് മൊത്തമായിട്ട് വന്നപ്പോൾ എൻ്റെ കണ്ണ് നോക്കി ആകെ എന്താ പോലെ ഈ മൂക്കുന്നൊക്കെ ആകെ ഒളിച്ചിട്ട് ആകതായി. അങ്ങനെ വേഗം ഓടി വന്നു. ആ ചാക്കിൽ മൊത്തം എൻ്റെ വിറകോളാണ് കേട്ടോ. ഞാൻ അതിൻ്റെ മുകളിൽ കയറിയിരിക്കുന്നത്. പട്ടുപാവടെ ഒക്കെ ചളിയിൽ മുങ്ങി ആകെ എന്തായി, കാരണം അത്ര ചളി അവിടെ. പിന്നെ എൻ്റെ കാല് വേദനിച്ചിട്ട് നേറിയിട്ട് എനിക്ക് അങ്ങനെ വേഗം മേമ വന്ന് എല്ലാം ശരിയാക്കി തന്നു. ഇത് വെച്ചാൽ മതി, ഇങ്ങനെ വെച്ചോ എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ രേഷ്മയ്ക്കും എല്ലാവർക്കും മേമ വന്നിട്ട് സഹായിച്ചു തന്നു കേട്ടോ. അവിടെ അതാണ് ഞങ്ങൾ ഗണപതിക്ക് നീതിച്ചത്. അതിൽ നമ്മളിങ്ങനെ എന്താ പറയുക, കർപ്പൂരം ഒക്കെ വെച്ച് കത്തിച്ച് പിന്നെ തേങ്ങ, അവില്, മലര് കുറേ സാധനങ്ങളുണ്ടായില്ലേ, ഉണക്കമുന്തിരി, മറ്റേ കൽക്കണ്ടം, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ, നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോകാം. പക്ഷെ എടുത്തിട്ട് ഉപയോഗിക്കാനൊന്നും പറ്റിയില്ല, കാരണം അതിലൊക്കെ ആകെ ചളിയുണ്ടായിരുന്നു. പിന്നെ ഈ പട്ടക്കൊടി കത്തിയിട്ട് അതിങ്ങനെ ഇതായിട്ട് അതിൽ മൊത്തം സ്പ്രെഡായിട്ട് മൊത്തം ഒന്നും യൂസ് ചെയ്യാൻ പറ്റിയില്ല. അതുപോലെ ഞങ്ങൾ വന്നപ്പോഴേക്കൊക്കെ പായസമൊക്കെ നാശമായിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ പിറ്റേ ദിവസം അന്ന് രാത്രി പുറപ്പെടുന്ന വിചാരിച്ചു. പക്ഷെ അന്ന് രാത്രി ഞങ്ങൾക്ക് പുറപ്പെടാൻ പറ്റിയില്ല. കാരണം മറ്റേ ഇത് കത്തി കഴിയണ്ടേ, കൊടിമരം കത്തിക്കൂല അവർ, അത് മൊത്തം കത്തി കഴിഞ്ഞിട്ട് വേണം അത്ര പോകാൻ. അപ്പോഴേക്കും നല്ല ലേറ്റ് ആവും. അപ്പോൾ രാത്രി യാത്ര അത്ര നല്ല സേഫ് ഒന്നുമല്ലല്ലോ. അപ്പോൾ പുലർച്ചെ പോവാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ പുലർച്ചെ പോയിട്ട് വീണ്ടും കുറേ അമ്പലങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്യാണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എത്താൻ. അപ്പോൾ പിറ്റേ ദിവസം രാത്രി, വെള്ളിയാഴ്ചയായിരുന്നു ഞങ്ങൾ പൊങ്കാലിട്ടത്. വെള്ളിയാഴ്ച പൊങ്കാലിട്ടിട്ട് പിന്നെ ശനിയാഴ്ച രാത്രി 11 മണിക്കാണ് ഞങ്ങൾ വീട്ടിലെത്തിയത്. അതുവരെ ഇത് പായസം ആ വണ്ടിയുടെ ബാക്കിൽ കൊണ്ടൊക്കെയാണ് ചെയ്തത്. അപ്പോൾ വീട്ടിലെത്തി നോക്കുമ്പോഴേക്കൊക്കെ അത് ആകെ നാശമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കളഞ്ഞിട്ട് ഞാൻ കല നന്നായിട്ട് കിഴുകിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വെക്കാമെന്നാണ് പറഞ്ഞത്. നല്ല മണ്ണിൻ്റെ കലല്ലേ, വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും ഉപയോഗിക്കാമെന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ വെള്ളമൊന്നും ഒഴിച്ച് വെച്ചിട്ടില്ല. അതുകൊണ്ട് അപ്പം കഴിക്കാനേ എനിക്ക് പറ്റുള്ളൂ പ്രസാദം. അപ്പം ഞാൻ കുറച്ചെടുത്ത് കഴിച്ചു. പിന്നെ രാത്രി ഫുഡ് ഉണ്ടായിരുന്നില്ല അവിടെ. രാത്രി ഞങ്ങൾ എല്ലാവരും ഈ പായസം തന്നെയാണ് കഴിച്ചത് കേട്ടോ. ഇന്ന് കുറച്ചെടുത്തിട്ട് കഴിക്കുകയാണ് ചെയ്തത്. പിന്നെ ഞാനും രേഷ്മയൊക്കെ ഞങ്ങൾ കുറേ ശർക്കര ഇട്ടതാണ്. പക്ഷേ എന്താ ചെയ്യുക, തീരെ മധുരം ഉണ്ടായില്ല. അതുകൊണ്ട് എനിക്കങ്ങനെ ഇഷ്ടമായില്ല. പക്ഷെ പ്രസാദം ആയതുകൊണ്ട് നമ്മൾ കുറച്ച് കഴിച്ചു. കണ്ടില്ല എല്ലാവരും നല്ല പുകയായിരുന്നു, എന്ത് പുകയായിരുന്നു എന്നാ പറയുക, വളരെ നല്ല പുകയായിരുന്നു.
ഞാൻ വിചാരിച്ചു എൻ്റെ കണ്ണിൽ നിന്ന് മാത്രമാണ് ഇങ്ങനെ ധാരയിട്ട് കൊടുക്കുന്നത്. നോക്കുമ്പോൾ എല്ലായിടത്തും എല്ലാവരും നല്ല കരച്ചിലായിരുന്നു. പിന്നെ എന്താണ് അതിൻ്റെ ഇടയിൽ കൂടെ മറ്റൊരു ഫോട്ടോഗ്രാഫേഴ്സ് അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണ് ഞങ്ങളുടെ ആ ഭാഗത്തേക്കൊന്നും അധികം പേരും വന്നില്ല, കാരണം അത്ര ചളിയായിരുന്നു. ചളി കൂടെ ഇപ്പോൾ നടക്കപ്പോൾ ആർക്കും ഇഷ്ടമുണ്ടാവില്ലല്ലോ. പിന്നെ സുരേഷ് ഗോപിയുടെ ഭാര്യയും മകനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞല്ലോ. ഞാൻ ഒന്നും കാണാനൊന്നും പറ്റിയില്ല, അവരൊക്കെ ആ ഫ്രണ്ട് ഭാഗത്തായിരുന്നു. ഞാനെല്ലാം ആ സൈഡിലായിരുന്നു, ബാക്കത്തെ പറമ്പിൽ, തെങ്ങും പറമ്പിലായിരുന്നു ഞാനൊക്കെ. അപ്പോൾ എനിക്കൊന്നും അവരൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. ഇങ്ങനെ അവരുടെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു, അവരിങ്ങനെ പറയണത് വരാൻ പറ്റിയൊരു സന്തോഷം എന്നൊക്കെ അങ്ങനെ പറയണതൊക്കെ കേട്ടു. അതൊക്കെ ഞാൻ എന്താണ് ഞങ്ങളുടെ കോർഡിനേറ്ററോട് ഞാൻ അവർക്ക് വീഡിയോ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ എനിക്ക് വീഡിയോ കൊടുത്തിട്ട് അയച്ചു തന്നിട്ടുണ്ട്. ഞാനതിൽ അതൊക്കെ കാണിക്കാം കേട്ടോ. അവർ വന്നതൊക്കെ അതിലുണ്ട്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇതൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരാട്ടോ, ഇതൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവരാണ്. ഞങ്ങളൊരു ബസ്സിൽ എന്താണ് ഒരു 50 ആളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ എന്താ വെച്ചാൽ കുറേ പേരൊക്കെ ജസ്റ്റ് തൊഴാൻ വേണ്ടിയിട്ട് വന്നവർ, പിന്നെ ഒരു കുട്ടീനായിട്ട് വന്നവരുണ്ടായിരുന്നു, ഒരു ഫാമിലി. അവർ ചോറ് കൊടുക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ കുറേ അച്ചച്ചന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് പെണ്ണുങ്ങളാണ് പൊങ്കാല ഇടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ തൊഴാൻ വേണ്ടിയിട്ടൊക്കെ വന്നവരാണ്. ഇതാണ് സുരേഷ് ഗോപിയുടെ ഭാര്യയും മോനൊക്കെ വന്നത്. പക്ഷെ ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റിയില്ലേ. ഞങ്ങളുടെ പരിപാടി എന്ന് വെച്ചാൽ ഉച്ചയായി, ഒരു 2 മണിക്കായി എല്ലാതും കഴിയുമ്പോൾ. അപ്പോഴേക്കൊക്കെ അവരെല്ലാവരും പോയി. ഇതൊന്നും അത്ര നേരമൊന്നും നിൽക്കില്ലല്ലോ. അപ്പോൾ അവരെല്ലാവരും പോയി. ഞങ്ങൾ പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള വരിക്ക് പോയി. അവിടെ നല്ല ക്യൂ ആയിരുന്നു. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയോ ആണ് ക്യൂ നിൽക്കുന്നുണ്ടായിരുന്നത്. 2 മണിക്കൂറോളം അങ്ങനെ നിന്നു. അവിടെ നല്ല തല്ലൊക്കെ ഉണ്ടായി, കാരണം നമ്മളിങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ കാണാം ഒരു കൂട്ടർ വന്നിട്ട് ഇടയിൽ അങ്ങോട്ട് കയറണു. അപ്പോൾ നമ്മൾ നല്ല ബാക്കിലേക്ക് പോകും. അങ്ങനെ അത് പറ്റില്ലല്ലോ, നമ്മളും അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടല്ലേ നിൽക്കണത്. അവർക്ക് അങ്ങനെ ഒരു ഇതൊന്നുമില്ല. എവിടെ നിന്നൊക്കെയോ വന്ന ആൾക്കാർ, കുറേ തമിഴന്മാർ, അവർ നമ്മളെന്തെങ്കിലും പറയുമ്പോൾ നമ്മളെ കടിച്ചു കയറാനാണ് വരുന്നത്. അങ്ങനെ എന്നിട്ട് ഞാനൊക്കെ ഒരാളായിട്ട് ഞങ്ങൾ ടീം മൊത്തം ചൂടായി. കാരണം ഞങ്ങൾ അത്ര നേരം നിന്നിട്ട് ഞാനൊക്കെ ഒരു 1/2 ഗ്ലാസ് ചായ ഇഷ്ടമല്ല, പക്ഷെ എന്തായാലും എന്തെങ്കിലും കുടിക്കേണ്ടേ വിചാരിച്ചിട്ട് ഞാൻ ഒരു 1/2 ഗ്ലാസ് ചായ, പിന്നെ ഒരു പഴം കിട്ടിയത്. കുറേ ഉണ്ട്, പിന്നെ നമ്മളിങ്ങനെ ക്യൂ നിൽക്കണ്ടേ. അപ്പോൾ രേഷ്മയുടെ പഴം അവളെ അമ്മയ്ക്ക് കൊടുത്തുകൊണ്ട് ഞാൻ എൻ്റെ പകുതി പഴം അവൾക്ക് കൊടുത്തു. അങ്ങനെ അത് മാത്രമേ ഞങ്ങൾ കഴിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. പിന്നെ ഉറങ്ങാതെ 2 ദിവസമായിട്ട് ആലുവ ശിവക്ഷേത്രത്തിലും കിടന്നുറങ്ങിയിട്ടില്ല. അത് ആ ലൈറ്റിൻ്റെ ചോട്ടിലാണ് കിടന്നത്. അപ്പോൾ ഈ പാറ്റോളിങ്ങനെ മേത്തരിച്ചിട്ട് അപ്പോൾ ഉറങ്ങിയില്ല. പിന്നെ 4 മണിക്ക് ഇനിറ്റും 2 മണിക്ക് നീറ്റു. 4 മണിയാകുമ്പോഴേക്കും കുളിച്ച് പുറപ്പെട്ട് 5 മണിക്ക് ക്ഷേത്രത്തിൻ്റെ നട തുറന്നിട്ട് അതെല്ലാം തൊഴുതിട്ടല്ലേ വന്ന്. പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് രാത്രി ഉറക്കമില്ല. നമ്മൾ 12:30 എണിച്ചു, 1 മണിയാകുമ്പോഴേക്കും പുഴയിൽ പോയി കുളിച്ച് റെഡിയായി. അപ്പം അങ്ങനെ ഉറക്കമില്ലാതെ തലക്ക് വേദനിച്ചിട്ടൊക്കെ അല്ലേ നിൽക്കണത്. എന്നിട്ട് അവിടെ പോയിട്ട് ചോറൊക്കെ വെച്ചാൽ ഞങ്ങളെത്തുമ്പോഴേക്കൊക്കെ ചോറ് സാമ്പാറും മാത്രമേ, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. വെറും ചോറ് സാമ്പാറും മാത്രമേ കിട്ടിയത്. എന്തെങ്കിലും ആയിക്കോട്ടെ, അപ്പം എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിച്ചു. അത്ര നല്ല വിശപ്പും ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പോയിട്ട് പിന്നെ കിടക്കാനൊന്നും പറ്റില്ല, അങ്ങനെ സ്ഥലമില്ല. ഇങ്ങനെ ഇരിക്കന്നെ കുറേ നേരം ഇരുന്നു. അതിനുശേഷം ഞങ്ങൾ പോയിട്ട് വീണ്ടും കുളിച്ചു. അവിടെ അടുത്ത് തന്നെയുള്ള പുഴയിൽ പോയിട്ട് വീണ്ടും പൊങ്കാല കഴിഞ്ഞ് കുളിക്കണം. കുളിച്ച് വന്നതിന് ശേഷം ഞങ്ങൾ വീണ്ടും എന്താ പറയുക, ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് വേണ്ടിയിട്ട് വീണ്ടും ക്യൂവിൽ നിന്നു. അത് ഞങ്ങൾ ഉള്ളിലൊക്കെ കയറിയിട്ട് തൊഴുതു. എല്ലാം ഞങ്ങൾക്ക് ഒന്നും പറ്റിയിട്ടില്ല, കാരണം അത്ര തിരക്കല്ലേ ഉണ്ടായിരുന്നത്. എല്ലായിടത്തും പോയി നന്നായിട്ട് കണ്ടു, നല്ല സുഖമായിട്ട് തൊഴുതു. അതിന് ശേഷമാണ് പിന്നെ കൊടിമരം കത്തിക്കണതുണ്ടായത്. അപ്പോൾ നോക്കുമ്പോൾ നല്ല മഴയായിരുന്നു. അപ്പം എൻ്റെ ഫോണിലൊന്നും ചാർജ് ഇല്ലാതെ അവിടെ പുറത്ത് ഞാൻ ചാർജ് കുത്തിക്കാൻ പോയിട്ട് മഴ കൊണ്ട് നനഞ്ഞപ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ട് ഓടി ഇങ്ങോട്ട്. അതിനുശേഷം ഞാൻ വിചാരിച്ചു എങ്ങനെ ഇവരിത് കത്തിക്കുക, അങ്ങനെ മഴ പെയ്യില്ലേ വിചാരിച്ചു. പക്ഷേ അവിടെ ഇങ്ങനെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കത്തിക്കാൻ വരും എന്ന് പറഞ്ഞിട്ട്. അത് കത്തിക്കാൻ വന്നതും എന്താണെന്നറിയില്ല, സ്വിച്ച് ഇട്ട പോലെ മഴ നിന്നു. ഭയങ്കര ശരിക്കും എന്താ പറയുക, അത്ഭുതം തോന്നി. പെട്ടെന്ന് മഴ നിന്നു. അതിനുശേഷം പിന്നെ കത്തിക്കൽ തുടങ്ങി. നന്നായിട്ട് കത്തിപ്പിടിച്ചു കേട്ടോ, നല്ല കത്തിപ്പിടിച്ച് ഫുള്ളും കത്തി.
അത് ഫുള്ളും താഴത്തേക്ക് വീഴണം അത്ര. അങ്ങനെ താഴത്തേക്ക് വീണ് കഴിഞ്ഞാലാണ് ശുഭമാവുക. അങ്ങനെ ഫുള്ള് താഴത്തേക്ക് വീണപ്പോൾ കുറേ ടീമേർ പോയിട്ടോ. അങ്ങനെ വന്നപ്പോൾ കുറേ ടീമേർ പോയി. പക്ഷെ ഞങ്ങൾ രാത്രി പോയില്ല. രാത്രി യാത്ര അത്ര നല്ലതല്ല, സേഫ് അല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോയില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ചൊന്ന് നീണ്ട് നിവർന്ന് കിടന്നു എന്ന് പറയാം. കാല് നീട്ടിയിട്ടൊന്ന് കിടന്നു. ഞങ്ങളൊരു 11 മണിക്ക് കിടന്നു. ഞങ്ങൾ 1 മണിക്ക് നീറ്റും. വീണ്ടും ഞങ്ങൾ പുഴയ്ക്ക് പോയി കുളിച്ച് പുലർച്ചെയുമ്പോൾ ഞങ്ങളുടെ വണ്ടി 4 മണിക്ക് ഞങ്ങളെ വണ്ടി എത്തി. ഞങ്ങൾ വണ്ടിയിൽ കയറി. എന്നിട്ട് ഞങ്ങൾ നേരെ പോയി. ഞങ്ങൾ പോയത് കാട്ടിൽ മേതിൽ ഒരു ദേവീ ക്ഷേത്രത്തേക്ക്. അവിടേക്കാണ് ഞങ്ങൾ പോയത്. ഇതാണ് അത് കത്തണത് കേട്ടോ. കത്തണത് ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത, കാരണം അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല, അത്ര തിരക്കായിരുന്നു. പിന്നെ എനിക്ക് പേടി ഇതെങ്ങനെ കത്തിയിട്ട് നമ്മുടെ മേത്തേക്ക് വീഴുമെന്ന്. അപ്പോൾ ഇനി ഞാൻ ഉള്ളിൽ കയറിയിട്ടാണ് വീഡിയോ എടുത്തത്. അത് ഫുള്ള് കത്തിയിട്ട് വീണു കേട്ടോ. നല്ല തിരക്കാണ് അവിടെയൊക്കെ. ഇത് കത്തി തീർന്നതിന് ശേഷം പോകാൻ പാടുള്ളൂ എന്നാണ്. അത് കത്തി കഴിഞ്ഞപ്പോൾ കുറേ പേര് പോയി. കാട്ടിൽ മേതിൽ ക്ഷേത്രത്തിലേക്ക് ഞങ്ങളൊരു രാവിലെ ഒരു 7 മണി 8 മണി 7 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ എത്തി. അതുകൊണ്ട് തീരെ തിരക്കുണ്ടായിരുന്നില്ല. അവിടേക്ക് ഇങ്ങനെ ഈ ബോട്ടിൽ ഇങ്ങനെ പോകണം. അതിൽ പോയിട്ട് എന്താ പറയുക, ഇത് പുഴയെന്നെ തോന്നുന്നുണ്ട്. പുഴയ്ക്കും കടലിനും നടുവിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മുടി അഴിച്ചിട്ടിട്ട് സ്ത്രീകൾ അങ്ങോട്ട് പോകാൻ പാടില്ല. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ തന്നെ അവർ പറയും കേട്ടോ, മുടി കെട്ടി വയ്ക്കുമെന്ന്. വേഗം ഞങ്ങൾ മുടിയൊക്കെ കെട്ടി വെച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. കണ്ടോ, നല്ല സൂപ്പർ അമ്പലമാണ്. എനിക്ക് പോയതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട അമ്പലം. നല്ല വൃത്തിയുണ്ട്, നല്ല ദേവീക്ഷേത്രം. അവിടുത്തെ പ്രധാനപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ മറ്റേ മണി കെട്ടുക. പക്ഷെ കെട്ടിക്കഴിഞ്ഞൊരു ഇതുണ്ട്, 3 കൊല്ലം അടുപ്പിച്ച് കെട്ടണം. എന്ത് വേണമെങ്കിലും സാധിക്കും. അതുകൊണ്ട് ഞാൻ മണി കെട്ടാൻ പോയില്ല, കാരണം ഇനി വരുമോ നമുക്ക് അറിയില്ലല്ലോ. പിന്നെ വണ്ടിയിൽ കയറി ഫുള്ള് ഡാൻസ് പറഞ്ഞാൽ പിള്ളേർ ഭയങ്കര ഡാൻസായിരുന്നു. ഞാൻ കളിക്കാൻ പോയില്ല. എൻ്റെ കാലിന് പണി കെട്ടിയിട്ട് ഇരിക്കുകയായിരുന്നു. ഞാൻ അവിടെ മിണ്ടാതെ ഒരു ഭാഗത്തിരുന്നു. കാല് മൊത്തം പൊട്ടി അളിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കളിക്കാൻ വേണ്ടിയിട്ട് പോയില്ല. ഞാനവിടെ ഇരുന്നിട്ട് അവരുടെ കളിയൊക്കെ കണ്ടു. പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടം ജനാലയിൽ കൂടെ പുറത്ത് നോക്കാനാണ്. അപ്പം ഞാനതങ്ങനെ പുറത്തേക്കൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇരുന്നു. പിന്നെ ഞങ്ങൾ പോയത് ഇവിടെ ഓച്ചിറയ്ക്കാണ് പോയത്. ഞങ്ങൾ കാട്ടിൽ മേക്കത്തിൽ അവിടെ വെച്ചിട്ട് ഫുഡ് കഴിച്ചു കേട്ടോ. കോളിഫ്ലവർ വറുത്തതും പിന്നെന്തോ പഴംപൊരി അത് കഴിക്കുക ചെയ്തത്. പിന്നെ ഓച്ചിറയ്ക്കാണ് പിന്നെ പോയത്. അവിടെ നല്ല രസമുണ്ടായിരുന്നു അവിടെ കാണാൻ. എന്നുവെച്ചാൽ പഴയ തരത്തിലുള്ള മിഠായികൾ, പലഹാരങ്ങൾ, എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അവിടെ കാണാൻ. എല്ലാ മിഠായികളും ഇല്ലേ, നമ്മുടെ പഴയ കാലത്തെ തേൻ മിഠായി, പിന്നെ മറ്റ് പലതരത്തിലുള്ള മിഠായികളൊക്കെ ആയിരുന്നു അവിടെ കൂടുതലായിട്ട് പലഹാരങ്ങൾ. കുറേ മധുരം, ഞാൻ മധുരം ഉള്ളതായതുകൊണ്ട് ഞാൻ മേടിച്ചില്ല. ഈ നുറുക്ക് അങ്ങനത്തെ എല്ലാം കുറേ മിക്സഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങൾ, അങ്ങനെ ഒരുപാട് പലഹാരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാനവിടെ കണ്ടില്ല, അതാണ് കടലിട്ടാ. അതിൻ്റെ അവിടെ വെച്ചിട്ട് ഞാൻ എടുത്ത ഫോട്ടോസാണ്. ഇത് ബോട്ടല്ല, എന്തായാലും പറയുക, ചെങ്കാറോ ഈ വണ്ടികളൊക്കെ കയറ്റി പോണത് അതാണെന്ന് തോന്നുന്നു. ഇത് പിന്നെ ഓച്ചിറയിൽ എന്താണത്, ഓച്ചിറ കാള, അതല്ലേ കാളയാണ്. അതിനെ നമ്മളിങ്ങനെ പോയിട്ട് ഇങ്ങനെ തല ഇങ്ങനെ തൊട്ടിട്ട് പൈസ ഒക്കെ വെച്ച് കൊടുക്കാം. അവിടെ നിറയെ ആമ്പൽപ്പൂക്കളുണ്ട്. അവിടെ ഫുള്ള് അമ്പലമാണ്, കുളത്തിൽ ഫുള്ള് അമ്പലം. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾക്ക് കഞ്ഞി കിട്ടി. കഞ്ഞിയുടെ കൂടെ എന്താ മുതിരപ്പേരിയ മട്ട മേടിച്ച്. പക്ഷെ അത് മരുന്ന് കഞ്ഞിയുടെ ഒരു ടേസ്റ്റ്, ഈ മുതിരപ്പേരിക്ക് രസത്തിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ്. ഞാൻ മുതിരൊന്നും കൂട്ടിയില്ല, പക്ഷെ കഞ്ഞി സൂപ്പറായിരുന്നു. കഞ്ഞി കുടിച്ചു, കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. കോളിഫ്ലവറിൻ്റെ ഒരു 4 കഷ്ണവും പിന്നെ ഞാൻ കഴിച്ചത് എന്താ ഒരു പഴംപൊരിയും കഴിച്ചു. പിന്നെ ഒരു മുളക് ബജി എടുത്തു. അത് തിന്നപ്പോൾ നല്ല എരിവ്, അപ്പോൾ അതിൻ്റെ പകുതി കഴിച്ചോളൂ, ബാക്കി പകുതി ഞാൻ കളഞ്ഞു. അപ്പോൾ കഞ്ഞി കണ്ടപ്പോൾ വേഗം കഞ്ഞി കുടിച്ചു. ചെന്നപ്പോൾ അവിടെ തീരെ തിരക്കില്ല. പാത്രം എടുത്ത് അവിടെ പോയിട്ട് മേടിച്ചു, വന്നിരുന്നു, കഴിച്ചു. തീരെ തിരക്കുണ്ടായിരുന്നില്ല. കണ്ടില്ലേ, അവിടെ കൂടുതലും ഇങ്ങനെ പലഹാരങ്ങൾ, പിന്നെ ഓരോ സാധനങ്ങൾ ഏതെടുത്താലും 20, ഏതെടുത്താലും 10, ഏതെടുത്താലും 50, അങ്ങനെ. ഞാനത് 20 രൂപയ്ക്ക്
ചോറ്റാനിക്കരയിൽ നിന്ന് ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങി, മോൾക്കും മോനും പിന്നെ എനിക്കും അങ്ങനെയൊക്കെ ഇട്ടു. പിന്നെ അടുത്ത വീട്ടിലത്തെ ചേച്ചിക്കും പിള്ളേർക്കും ഒക്കെ ഞാൻ കുറേ സാധനങ്ങൾ വാങ്ങി. കണ്ടില്ലേ പഴയ മിഠായികൾ, ഇതാണ് ഞാൻ പറഞ്ഞത്, നല്ല നൊസ്റ്റ് ഫീലിംഗ് ആണ് കേട്ടോ പഴയ മിഠായികൾ. പക്ഷേ ഞാൻ വാങ്ങിയില്ല. ഞാൻ കുറേ സാധനങ്ങളൊക്കെ ഞാൻ മുന്നേ വാങ്ങിയിരുന്നു. അപ്പോഴേക്ക് തന്നെ നമ്മുടെ കയ്യിലെ പൈസ മൊത്തം തീർന്നു. കാരണം കണ്ടതൊക്കെ അങ്ങനെ കുറേ വാങ്ങി കൂട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോയത് ഹരിപ്പാടാണ്. ഹരിപ്പാട് ഫോട്ടോസൊന്നും എടുത്തില്ല കേട്ടോ. ഞങ്ങളവിടെ ചെന്നപ്പോഴേക്കും നട അടച്ചു. അതുകൊണ്ട് അവിടെ പോയിട്ട് ജസ്റ്റ് അമ്പലം ഒന്ന് കണ്ടു. അവിടെ വലിയൊരു കുളമുണ്ട്. എന്തൊരു വലിയ കുളമാണ്. എനിക്ക് വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ നട അടച്ചു പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു വേഗം കയറിക്കോന്ന്. വലിയ കുളമായിരുന്നു. ഇത് പിള്ളേർ മറ്റേ ഇത് കളിക്കുകയാണ്. മറ്റേ ഏത് സിനിമയാണ്, നമ്മുടെ മോഹൻലാലും ഉർവശിയും കൂടി കൂട്ടിച്ചിട്ടൊരു സ്ഫടികം, അതുപോലെ അവർ അഭിനയിക്കുകയാണ് ആ പാട്ടിൽ. ഉർവശിയായിട്ട് ഒരു അമ്മമ്മ, മോഹൻലാലായിട്ട് ആ പെൺകുട്ടിയും കൂടിയിട്ട് ഭയങ്കര അഭിനയം, കളി നല്ല അടിപൊളിയായിട്ട് അവർ കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് മണ്ണാറശാല. അതായിരുന്നു ലാസ്റ്റ് അമ്പലം. മണ്ണാറശാലയിലേക്ക് പോയിട്ട് അവിടെ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനവിടെ ഒരു എന്താ പറയുക തേരട്ടേനെ കൊണ്ടൊരു വലിയൊരു തേരട്ട, അപ്പം അതിന് ഞാൻ വീഡിയോ എടുത്തു. അതിൻ്റെ ഫോട്ടോ ഞാൻ അവിടെ ഇടുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ചു. വഴിക്കൊരു ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. പിന്നെ നേരെ വീട്ടിലേക്ക് ഒരു 6-7 മണിക്കൂർ, 11 മണിയാകുമ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. സത്യം പറയാൻ നല്ലൊരു അനുഭവമായിരുന്നു കേട്ടോ. എനിക്ക് വളരെ അധികം ഇഷ്ടമായി. ഇതുവരെ പൊങ്കാല ഇടാൻ പോവാത്തവരുണ്ടെങ്കിൽ ഒരു വട്ടമെങ്കിലും പോകണം. അവിടെ ഇങ്ങനെ വന്നിട്ട് ഓരോരുത്തർ പറയുന്നത് കേൾക്കണം. എല്ലാവരും ഒരു ആഗ്രഹം പറഞ്ഞ് വിചാരിച്ചിട്ട് നമ്മൾ പൊങ്കാല ഇട്ട് കഴിഞ്ഞാൽ നടക്കുന്നതാണ്. അത് ഉറപ്പായ കാര്യമാണ്, എന്തായാലും നടക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എന്തായാലും നടക്കുകയാണെങ്കിൽ എല്ലാ കൊല്ലം പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് ഈ കാലിൻ്റെ കാര്യം ആലോചിക്കുമ്പോഴാണ് ഒരു പേടി. കാരണം കാലിന് നല്ല പണി കിട്ടും. അപ്പോൾ എല്ലാവർക്കും വെച്ചാൽ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കുക. ഞാൻ എൻ്റെ കാലിൻ്റെ ഫോട്ടോയിൽ വേണമെങ്കിൽ ഇടാം കേട്ടോ. കാരണം അത് നല്ല അത്രയ്ക്ക് ഭയാനകമായിരുന്നു. കാലിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ ഒലിച്ചിട്ടേ. അപ്പോൾ പോവാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോവുക. ഇതൊക്കെ ഞങ്ങളുടെ ടീമത്തെ ആൾക്കാർ കേട്ടോ. ഇതാ കുട്ടികളാണ് ഡാൻസ് കളിക്കുന്ന കുട്ടികൾ. അപ്പം ഞാൻ അവരുടെ ഫോട്ടോ ഒക്കെ ഒന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ടതാണ്. അപ്പം എല്ലാവരും പോവാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോവുക. നമുക്ക് ആണുങ്ങൾക്ക് ശബരിമല പോലെയാണ് നമ്മൾ പെണ്ണുങ്ങൾക്ക് ചക്കുളത്ത്, അതുപോലെ ആറ്റുകാലൊക്കെ. വേറെയും സ്ഥലങ്ങളിലൊക്കെ പൊങ്കാല. ഇപ്പോൾ കാട്ടിൽ മേതിൽ പോയപ്പോൾ അവിടെ അന്ന് ഞങ്ങൾ അന്ന് അവിടെയും പൊങ്കാല തന്നെയാണ്. ഇതുപോലെ കുറേ പേര് വർഗ്ഗമൊക്കെ ഇട്ട് വന്നിട്ട് അവിടെ പൊങ്കാലിട്ടുണ്ട്. പക്ഷെ അത് അതിൻ്റെ ഉള്ളിലാട്ടോ, ഉള്ളിലാണ് ഷീറ്റൊക്കെ ഇട്ടിട്ട്. നല്ല പെരുമഴയായിരുന്നു അവിടെ എത്തിയപ്പോൾ. നല്ല പെരുമഴ പറഞ്ഞാൽ നല്ല പെരുമഴ. എന്താണെന്ന് അറിയില്ല, ഞങ്ങൾ പോകുമ്പോഴാണ് ഇങ്ങനെ മഴ പെയ്യണത്. അത്രയ്ക്ക് നല്ല മഴയായിരുന്നു. പിന്നെ പോവാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവുക. നല്ലൊരു അനുഭവമായിരിക്കും. ഞാൻ പിന്നെ കുട്ടികളെയൊക്കെ ഇവിടെ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലാക്കിയിട്ടാണ് ഞാൻ പോയത്. കാരണം എൻ്റെ മോളായിട്ടൊന്നും പോകാൻ പറ്റില്ല. കാരണം ഇവർക്ക് ഉറക്കൊന്നും ശരിയാവില്ലല്ലോ. രേഷ്മ അവളെ മോനായിട്ടാണ് വന്നത്. അവളെ അമ്മയുണ്ടായിരുന്നു കൂടെ. ഞാൻ 2 പിള്ളേരിനെ അവിടെ ആക്കിയിട്ടാണ് പോകുന്നത്. കാരണം അവരെ കൊണ്ടൊന്നും പറ്റില്ല നിൽക്കാൻ. മോനൊക്കൊന്നും തീരെ നിൽക്കില്ല, എവിടെയും കെടുക്കാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ ഉറക്കമൊക്കെ പോയി കഴിഞ്ഞാൽ അവനൊക്കെ ദേഷ്യം വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവളേനെ അവൾ പിന്നെ ശബരിമലയിൽ പോയപ്പോൾ അവൾ ചക്കുളത്തേക്ക് പോയി. അപ്പോൾ അവളില്ല എന്ന് പറഞ്ഞു. എനിക്ക് മടിയിൽ വെച്ചിട്ടൊന്നും പോകാൻ പറ്റില്ല. പിന്നെ അവളുടെയും കൂടി ബസ് ഫെയർ എടുക്കണം. അപ്പോൾ പിന്നെ നല്ല പൈസയാവും. ഒരാൾക്ക് തന്നെ 1200 രൂപയാവും. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാലും കലത്തിനും അതും ഇതെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നല്ല ചിലവ് തന്നെയാണ്. എന്നാലും നമ്മൾ ദൈവത്തിന് വേണ്ടിയിട്ടല്ലേ എന്നുള്ളൊരു ഇത്. എന്തായാലും ട്രിപ്പൊക്കെ അടിപൊളിയായിരുന്നു. അപ്പോൾ ഇനി പോവാത്തവരുണ്ടെങ്കിൽ പോവുക. ഇതിൻ്റെ സൗണ്ട് ഞാൻ ഇടയ്ക്ക് ചുമയ്ക്ക് അതൊക്കെ ചെയ്തിട്ടുണ്ടാക്കി തീരെ വയ്യാഞ്ഞിട്ടാണ് കേട്ടോ. എനിക്ക് അത്രയ്ക്ക് തീരെ വയ്യായിരുന്നു, കഫക്കെട്ടായിരുന്നു. ഇപ്പോഴേക്ക് ശ്വാസം കിട്ടുന്നില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറൊക്കെ ചെയ്യാം. എനിക്ക് ശരിക്കൊന്നും അറിയില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ഇതന്നെ ഞാൻ എൻ്റെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് പഠിച്ചത്. അപ്പോൾ എല്ലാവർക്കും